എന്താ പറ്റിയേ? കംപ്ലീറ്റ് ആയി. ഇതിന്റെ കാറ്റ് പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പോവാ? തള്ളറിയോ? എടുത്ത് ഫോട്ടോസ് ഒക്കെ പതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് ആയിരിക്കും. ആ ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാരിയതാണോ? ഏ കോഴ്സ് കഴിയാൻ ഇനി ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 4 മാസം. എന്നിട്ട് എന്താ പരിപാടി? പാസ്സാവണം, ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണം, പിന്നെ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങി. നമ്മൾ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കാണുന്നത് ഒരു രസമല്ലേ? നടക്കും, എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഇയാളുടെ പ്ലാൻ എങ്ങനെയാ? മെക്കാനിക്കൽ അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ആവുമല്ലേ? മെക്കാനിക്കലൊക്കെ ഇപ്പൊ കഴിയും. എനിക്കൊരു മ്യൂസീഷ്യൻ ആണ്. പിന്നെന്തിനാ മെക്കാനിക്കൽ പഠിച്ചേ? മ്യൂസിക് പഠിക്കാറുന്നില്ലേ? അതോ, അതിപ്പോ തനിക്ക് ഡെയിലി രാവിലെ ഫ്രൈഡ് റൈസും സൂപ്പും വേണം. പക്ഷെ തന്റെ വീട്ടിലാണെങ്കിൽ പുട്ടും കടലക്കറിയേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതെ പുട്ടും കടലക്കറിയും കഴിക്കും. അല്ലേ, ഞാനും അത്ര ചെയ്തുള്ളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ MBBS വിടാനായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്. അവസാനം റോഷൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവരതിന് സമ്മതിച്ചത്. ആരാ റോഷൻ? റോഷൻ ഒരു സംഭവം. ഈ മ്യൂസീഷ്യനൊക്കെ ആവുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ലേ? റൊമാൻറ്റിക് ആവണമെന്നൊന്നുമില്ല. എന്നാലല്ലേ ട്യൂണൊക്കെ വരൂ. താൻ റൊമാൻറ്റിക് ആണോ? അങ്ങനൊന്നുമല്ല. അപ്പൊ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല? അതെങ്ങനെ ഇപ്പൊ പറയാ? അപ്പൊ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടൊക്കെ ഉണ്ട്. വരുന്നവർക്കൊക്കെ മറുപടി അപ്പൊ തന്നെ കിട്ടണം. അതെങ്ങനെ പറ്റുക? അവൻ ഏതാണ്, എന്താണ്, എങ്ങനെ അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചൊരിഷ്ടം തോന്നണ്ടേ? അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പിന്നെ വരുന്നവന്റെ ഇഷ്ടം നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ചുമ്മാ വട്ടം കറക്കും. ഒരു 10-20 ദിവസം പുറകെ നടക്കും. പിന്നെ വേറൊരുത്തിനെ നോക്കി പോവും. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇയാൾക്ക് ലവറൊന്നുമില്ല? എന്നോട് ഇതുവരെ ഒരു പെണ്ണും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ? അതെന്താണെന്ന് അറിയാൻ ഞാൻ ഒരു ദിവസം ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാ, എന്നെ കാണാൻ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ എനിക്ക് വേറെ ലവർ ഉണ്ടെന്ന് അവള് വിചാരിച്ചു. എന്താ നമ്മൾ 6 കിലോമീറ്റർ നടന്നു. 6 കിലോമീറ്റേഴ്സ്. സോറി, വലിയ മ്യൂസിഷ്യൻ ആവുമ്പോ നാളെ നട്ടപ്പാതിരയ്ക്ക് 6 കിലോമീറ്റർ നടത്തിച്ചു. താങ്ക്സ്. എനിക്ക് വേണ്ടി ഈവനിങ് സ്പെൻഡ് ചെയ്തതിന്. ആക്ച്വലി റോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് എന്തുപറ്റി? ഇല്ല, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നാലോ? 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 59, 60.
ഒറ്റ ശാസ്ത്രം 100 നക്ഷത്രം എണ്ണിയാ നമ്മൾ വിചാരിക്കണ കാര്യം നടക്കുമെന്ന് പണ്ട് എന്നോട് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്. അച്ചാച്ചനാട് കൊള്ളാലോ. പിന്നല്ല, എന്റെ അച്ചാച്ചനാ. പക്ഷേ ഈ നക്ഷത്രം എണ്ണുന്ന പരിപാടി അത്ര ശരിയല്ല. എന്താ? ഇതൊരു ഷോർട്ട് കട്ട് അല്ലേ? നടത്തേണ്ട കാര്യങ്ങൾ ശ്രമിച്ചു തന്നെ നടത്തണ്ടേ? അപ്പൊ എത്ര ശ്രമിച്ചാലും നടക്കൂലെന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിലോ? അപ്പോ അച്ചാച്ചന്റെ വഴി തന്നെയാണ് ബെസ്റ്റ്. അതാ. എന്തിനാ ഇപ്പൊ ടെറസിന്റെ മുകളിലിരിക്കാൻ തോന്നിയേ? അതോ, അത് മന്ദാരം പൂത്തോന്നറിയാം. മന്ദാരോ? ഈ ദാ ആ മന്ദാരം. ഈ മന്ദാരം പൂത്ത എങ്ങനെയാ പലയിടത്തും വലിഞ്ഞു കയറാൻ തോന്നും. അപ്പോ നാളെ കാണാം. 1 2 3 4 5 6 7 8 9 10 11. ഹലോ. ഹായ്. ഒരുപാട് ടൈമായോ? ജസ്റ്റ് നൗ. ഇവിടെ പ്ലീസ്. നമുക്ക് അവിടെ ഇരുന്നാലോ? പ്ലീസ്. എന്താ വരാൻ പറഞ്ഞത്? ഇന്ന് ക്ലാസ്സിൽ ഹാഫ് ഡേ ലീവാക്കി. ഓ, കോഴ്സ് പെട്ടെന്ന് കഴിയുമല്ലേ? താങ്ക്സ്. വെള്ളം. ഓർഡർ സർ. 2 കോഫീസ്. Okay, sir. ബാക്കി ഓർഡർ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ ലോകം ശരിക്കും ചെറുതായ പോലെ തോന്നും അല്ലേ? ചാരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് പക്ഷെ തിരിച്ചേ തോന്നിട്ടുള്ളേ. ഈ നമ്മളൊക്കെ ഒരിക്കലേ ജനിക്കൂ, ഒരിക്കലേ മരിക്കൂ, ഒരു കല്യാണമേ കഴിക്കാവൂ, ഒരു പ്രേമേ പാടുള്ളൂ എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ പിടിച്ചു? ഇതൊക്കെ നേരത്തെ അറിയാം. ഞാനും ഹിന്ദി സിനിമയൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചാരു സമ്മതിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ ചാരുവിൻ്റെ കൂടെ കാണും. മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ചാരുവിൻ്റെ കൂടെ എനിക്ക് ചാരുവിനെ. യു സീം ടു ബി എ റിയലി നൈസ് ഗൈ. അതാ ഞാൻ ഇത്രയ്ക്കും ഫ്രീഡം തന്നത്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് യു ടു ബി ദിസ് ചീപ്പ്. അല്പം അടുത്ത് പെരുമാറിയെന്ന് വെച്ച് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നേ. ഡിസ്കസ്റ്റിംഗ്. ചാരു, ചാരു.